വെണ്മേഘത്തേരിൽ രാജാധിരാജൻ യേശുനാഥൻ എഴുന്നള്ളുന്നു. വെണ്മേഘത്തേരിൽ രാജാധിരാജൻ യേശുനാഥൻ എഴുന്നള്ളുന്നു. മാലാഖമാരുടെ സ്തുതി കീർത്തനങ്ങൾ വാനവീഥികളിലുയരുന്നു. മാലാഖമാരുടെ സ്തുതി കീർത്തനങ്ങൾ വാനവീഥികളിലുയരുന്നു. അത്യുന്നതൻ നിത്യമഹോന്നതൻ ലോകൈകനാഥൻ സർവശക്തൻ. അത്യുന്നതൻ നിത്യമഹോന്നതൻ ലോകൈകനാഥൻ സർവശക്തൻ. പരിശുദ്ധനായ പരിപാലകൻ വാഴ്ക ക്രിസ്തുരാജൻ. പരിശുദ്ധനായ പരിപാലകൻ വാഴ്ക ക്രിസ്തുരാജൻ. രാജനാണ് എന്നുള്ള ബോധ്യം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇതിന്റെ ആശംസകൾ നേർന്നുകൊള്ളുന്നു. ക്രിസ്തുരാജ പെരുന്നാളിന്റെ സന്ദേശം നൽകുന്നതിന് വേണ്ടി 8ാം ക്ലാസ്സിലെ അബോയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഡേവിസ് അച്ഛ, ആദരണീയരായ സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ ഗുരുബോധരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ജയ് ജയ് ക്രിസ്തുരാജൻ, ജയ് ജയ് സ്നേഹരാജൻ. ക്രിസ്തു നമ്മുടെ രാജാവ്, ക്രിസ്തു നമ്മുടെ നേതാവ് എന്ന് ഉത്സാഹത്തോടും ആവേശത്തോടും കൂടി ജയവിളിച്ചും പാട്ടുപാടിയും റാലി നടത്തി നമ്മൾ ഇന്ന് ക്രിസ്തുവിന്റെ രാജത്വ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ ഈശോയുടെ രാജത്വ തിരുനാൾ മംഗളങ്ങൾ എല്ലാവർക്കും ആദ്യമായി നേർന്നുകൊള്ളട്ടെ. ഈശോയുടെ രാജത്വ തിരുനാൾ എന്ന് കേൾക്കുമ്പോൾ നാം പലരും ചിന്തിച്ചിട്ടുണ്ടാകും, ക്രിസ്തു രാജാവാണോ? എങ്ങനെയാണ് ക്രിസ്തു രാജാവാകുന്നത്? ഈ രാജാവിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതെ, ക്രിസ്തു രാജാവാണ്. ദാവീദിന്റെ വംശത്തിൽ ജനിച്ചതിനാലും യേശു ദൈവപുത്രനായതിനാലും അവിടുന്ന് രാജാവാണ്. ക്രിസ്തു എന്ന രാജാവിന്റെ ശക്തി സ്നേഹമായിരുന്നു. അതുതന്നെയായിരുന്നു ഈ രാജാവിന്റെ ആയുധവും. കാലിത്തൊഴുത്തിൽ പിറന്ന ദരിദ്രനായ രാജാവ്, ദൈവഹിതം നിറവേറ്റാൻ കഴുതപ്പുറത്ത് ആഗതനായ രാജാവ്, കുരിശു മരണത്തോളം സഹിച്ച സഹനത്തിന്റെ രാജാവ്, ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയ ശുശ്രൂഷയുടെയും എളിമയുടെയും രാജാവ്, ശത്രുവിനെ പോലും സ്നേഹിക്കാൻ പഠിപ്പിച്ച ക്ഷമയുടെ രാജാവ്, കൊട്ടാരവും സിംഹാസനവും ചെങ്കോലും കിരീടവും ഒന്നുമില്ലാത്ത ഒരു രാജാവ്, സ്നേഹം മാത്രം ആയുധമാക്കിയ രാജാവ്. 1ാം ലോകമഹായുദ്ധത്തിന് ശേഷം ലോകം മുഴുവൻ ഏറ്റവും ശക്തനായ രാജാവിനെ തിരഞ്ഞെടുത്തപ്പോൾ 1925 11ാം പിയൂസ് മാർപ്പാപ്പ ക്രിസ്തുവിന്റെ രാജത്വ തിരുനാൾ പ്രഖ്യാപിച്ചു. സ്വജീവൻ പോലും ബലിയർപ്പിച്ച ക്രിസ്തുവിനേക്കാൾ വലിയ രാജാവ് ആരുണ്ട് ഈ ഭൂമിയിൽ? നമ്മുടെ രാജാവാണ് ക്രിസ്തു, ഏക രക്ഷകൻ. സ്നേഹത്തിന്റെയും ജീവന്റെയും നീതിയുടെയും കൃപയുടെയും സമാധാനത്തിന്റെയും രാജ്യമാണ് എന്നും ഭൂമിയിൽ നിലനിൽക്കേണ്ടത്. ക്രിസ്തു രാജന് വേണ്ടി അധ്വാനിക്കുന്ന യോദ്ധാക്കളായി നമുക്ക് മാറാം. അതിനായി സത്യങ്ങളുടെ അരമുറുക്കി, നീതിയുടെ കവചം ധരിച്ച്, വിശ്വാസത്തിന്റെ പരിച കയ്യിലേന്തി, ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളെടുത്ത് നമ്മെ കൊണ്ടാകും വിധം തിന്മയ്ക്കെതിരെ നാം പോരാടണം. ഇത് നമ്മുടെ മനസ്സുകളിൽ എപ്പോഴും ഉരുവിടാം, ഏറ്റുപറയാം. ജയ് ക്രിസ്തുരാജൻ. നന്ദി.
അഭിനയ്ക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അടുത്തത് നമ്മളോട് ക്രിസ്തുരാജ തിരുനാളിന്റെ ആശംസകൾ നേരുന്നതിന് വേണ്ടി, സന്ദേശം നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട വികാരി അച്ഛനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട വർഗീസ് മാഷ്, മറ്റ് സ്നേഹമുള്ള അധ്യാപകരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഏറ്റവും സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, ഇന്ന് ക്രിസ്തുരാജന്റെ തിരുനാള് നമ്മൾ ആഘോഷിക്കുകയാണ്. ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഈ ക്രിസ്തുരാജ തിരുനാൾ ആഘോഷം വളരെ ശക്തമായിട്ട് മറക്കാതെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. തൊണ്ട പൊട്ടുന്ന വിധത്തിൽ ഉറക്കെ ക്രിസ്തുവിന് ജയവിളിച്ച് പാട്ടുപാടി അങ്ങനെ വളരെ ആഘോഷമായിട്ട് ക്രിസ്തുവിന്റെ രൂപം എഴുന്നള്ളിച്ചുകൊണ്ടുള്ള റോഡിലൂടെയുള്ള യാത്രയും അത് കഴിഞ്ഞു വരുമ്പോൾ കിട്ടുന്ന മിഠായി നാരകസ്വത്തൊക്കെ അതൊക്കെ മനസ്സിൽ നല്ല ഓർമ്മകളാണ്. ഇനി ഞാനിങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കുകയായിരുന്നു, വളരെ കുറച്ച് പേരുടെ കയ്യിൽ മാത്രമേ പ്ലക്കാർഡുള്ളൂ. ഇതെന്റെ ആരും ജയ് വിളിക്കുന്നില്ല വെച്ചിട്ടിപ്പോ ഇവർ വിളിക്കുന്നില്ല അച്ഛാന്ന് ടീച്ചർ വേദനയോടുകൂടെ പറയുന്നതും. 8ാം ക്ലാസ് കഴിഞ്ഞപ്പോ ജയവിലും ഇല്ല, പ്ലക്കാർഡും ഇല്ല, ക്ലാസ് എഴുതിയ ബോർഡ് മാത്രമാണ് കണ്ടത്. ഒരു ചതഞ്ഞ ക്രിസ്തുരാജന്റെ തിരുനാള്, ഒരാവേശമില്ലാത്ത തിരുനാള്, ഒരാവശ്യമില്ലാത്ത തിരുനാളാണോ എന്ന് തോന്നിപ്പോയി. നിങ്ങൾക്ക് ക്രിസ്തുവിനോട് ഒട്ടും സ്നേഹമില്ലാത്ത പോലെ തോന്നി. നിങ്ങൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടോ? വാസ്തവത്തില് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉറപ്പാണോ? പക്ഷെ ആ ആവേശം നിങ്ങളിൽ കണ്ടില്ലല്ലോ. എന്നാൽ നമുക്കൊന്ന് ഒരുമിച്ച് ചോദിച്ചു നോക്കാം. ഞാൻ ചോദിക്കും, നിങ്ങൾ അതിന് ഉത്തരം. ആരാ നിങ്ങളുടെ നേതാവ്? ആരാ നമ്മുടെ നേതാവ്? പോരാ, കുറച്ചുകൂടി ഉറക്കെ. ആരാ നമ്മുടെ നേതാവ്? നിങ്ങളോട് കൂടിയാണ് വരുന്നത്. ഉറക്കെ. ആരാ നമ്മുടെ നേതാവ്? ക്രിസ്തു നമ്മുടെ നേതാവ്. ഈ മരത്തിന്റെ തണൽ വെച്ച് നിൽക്കുന്ന കുറെ കാഴ്ചക്കാരുണ്ട്. അതെന്നും ഇവരാണ്. അങ്ങനത്തെ കുറെ ആളുകൾ അവരിതിലൊന്നും പെട്ടവരല്ല, ക്രിസ്ത്യാനികളെ അല്ല എന്നുള്ള രീതിയിലാണ് അവരിതിലൊന്നും പെട്ടാണ്. നിങ്ങൾ അവിടെ നിന്ന് ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ കുട്ടികളെ പോലെ ഉറക്കെ ചെയ്തിരിക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ കഴിയണം. നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അത് വരണം. ക്രിസ്തു ആരാണെന്നുള്ളത് ആ ഒരു തോന്നലില്ലാത്തതിന്റെ, ബോധ്യമില്ലാത്തതിന്റെ കുറവാണ്. ക്രിസ്തുവിനെ പരിചയപ്പെടാത്ത ആളുകളെ പോലെയാണ് നിങ്ങൾ ഇപ്പോ ഇടപെടുന്നത്. ഞങ്ങളിതിലൊന്നുംപ്പെട്ട ആളുകളല്ല, വിജാതീയരാണെന്നുള്ള രീതിയിൽ. ജയ് ജയ് ക്രിസ്തുരാജൻ, ജയ് ജയ് ക്രിസ്തുരാജൻ, ജയ് ജയ് ക്രിസ്തുരാജൻ. ആരാ നമ്മുടെ നേതാവ്? ക്രിസ്തു നമ്മുടെ നേതാവ്. ഇനി ആ കൈയൊന്ന് പൊക്കിയിട്ട് പറഞ്ഞ് ജയ് ജയ് ക്രിസ്തുരാജൻ, ജയ് ജയ് ക്രിസ്തുരാജൻ. എന്റെ മക്കൾ, നിങ്ങൾ വേണ്ട, ഈ രണ്ട് സൈഡിലുള്ള മുതിർന്നവർ മാത്രം നോട്ടെ, എന്തൊരു സ്വരം നോട്ടെ, നിങ്ങൾ കൈവെട്ടി പറയാം. ജയ് ജയ് ക്രിസ്തുരാജൻ, ജയ് ജയ് ക്രിസ്തുരാജൻ. സ്നേഹമുള്ളവരെ, സന്തോഷത്തോടു കൂടി ആത്മാർത്ഥമായിട്ട് ക്രിസ്തുവിനെ ജൈവിലിക്കാൻ, അങ്ങനെ ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് പറയാൻ, ക്രിസ്തുവിന്റെ അനുയായികളാണെന്ന് പറയാൻ നമുക്ക് കഴിയണം. ആ ഒരു ബോധ്യമില്ലെങ്കിൽ നീ ജീവിതത്തിൽ ഒരിക്കലും ക്രൈസ്തവമായിട്ടുള്ള മൂല്യങ്ങൾ മുറുകെ പിടിക്കില്ല. ജീവിതത്തിൽ ഒരിക്കലും ക്രിസ്തുവിനോട് സ്നേഹം ഉണ്ടാവില്ല. അത് ഉറപ്പാണ്. ഈ പ്രായത്തിന് പോലും നമുക്ക് അതിന് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് നമ്മൾ ഏറ്റവും വിലമതിക്കുന്ന മൂല്യങ്ങൾ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് പകർന്നു തന്നിട്ടുണ്ടെങ്കിൽ അത് അവരെ ഈശ്വരൻ സ്വീകരിച്ചതാണ്. അവരെ കാരണന്മാരെ അവർക്ക് പകർന്നു കൊടുത്തിട്ടുള്ളതാണ്. അധ്യാപകർ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. ഈ ക്രൈസ്തവ വിശ്വാസത്തിൽ വളരുവാനും ക്രിസ്തുവിനെ
നമ്മുടെ രാജാവും നാഥനുമായിട്ട് സ്വീകരിക്കുവാനും ഹൃദയത്തിന്റെ നാഥനായിട്ട് ഏറ്റുപറയാനും ഈ രാജ്യത്തെ തിരുനാൾ നമുക്ക് സഹായകമാകണം. ഈശോ നമ്മുടെ ഹൃദയത്തെ ഭരിക്കട്ടെ. ഈശോ നമ്മെ ഓരോരുത്തരും നയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ക്രിസ്തുരാജിന്റെ തിരുനാൾ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടെ ആശംസിക്കുന്നു. ഈ തെറ്റിദ്ധാരണയുടെ പുറത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ സിപ്പപ്പ് വാങ്ങിക്കുന്നത് മാഷോട് പറഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ട്. ആവശ്യമില്ല നിങ്ങൾക്കത്. എനിക്ക് തോന്നുന്നു മുതിർന്ന ക്ലാസ്സിലെ കുട്ടികൾക്ക് അത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് അങ്ങനെ ജയ് വിളിച്ച് തൊണ്ടകീറിട്ടില്ല. ഞാൻ മുമ്പുള്ള ഇടങ്ങളിലൊക്കെ അവർ ജയ് വിളിച്ച് തൊണ്ടകീറി വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കണം എന്ന് വിചാരിച്ച് എന്തെങ്കിലും വാങ്ങി കൊടുക്കാറുണ്ട്. പക്ഷെ ഇവിടെ എനിക്ക് അങ്ങനെ ഒരു ആവശ്യം തോന്നുന്നില്ല. കാരണം അവർക്ക് നിങ്ങൾ വളർന്നിട്ടില്ല. ഏതായാലും കാശുകൊടുത്ത് മേടിച്ചില്ലേ, നിങ്ങൾക്കും തരാം. വേദിയല്ലാതെ ചെയ്തെടുക്കാതെയാണെങ്കിലും നിങ്ങൾ എപ്രാവശ്യം അത് സ്വീകരിക്കാം. ഇങ്ങനെ ആകരുതെന്ന് ഒരു അപേക്ഷ കൂടെ നിങ്ങളോടുണ്ട്. അതെല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുരാജ്യത്തിൽ നാളുടെ മംഗളങ്ങളെ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ചിപ്പത്ത് കഴിച്ചിട്ട് അതിന് കടലാസിനുള്ള അവിടെ ഇവിടെ തരുന്നത് ഏതാ കാര്യങ്ങളും ശ്രദ്ധിച്ചോളൂ. നമുക്കൊരു പാട്ട് നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിലേക്ക് ഫോർവേഡ് ചെയ്തിരുന്ന എല്ലാവരും എഴുതി കൊണ്ടുവന്നിട്ടുണ്ടോ? അതൊക്കെ ഒന്ന് കൈക്കെടുത്തേ. ഇത് നോക്കിയിട്ട് വേണം സിപ്പപ്പ് തരണോ തരണേന്ന് തീരുമാനിക്കാൻ. അപ്പൊ നല്ല ഉറക്കം പാടണം. റെഡിയല്ലേ?